ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ആൻഡ് വീക്കിലി റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടു ദിവസമായിട്ട് കുറച്ച് തിരക്കിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് വീട്ടിൽ ഇരുന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ദയവായി എന്റെ ട്രേഡിംഗ് സുഹൃത്തുക്കളുടെ അടുത്ത് ചെറിയ മൈക്കിന്റെ ഇഷ്യൂസ് ഒക്കെ കാണും, ഒന്ന് ക്ഷമിച്ചേക്കുക. ആ ഒരു ക്വാളിറ്റി ഇന്നത്തെ വീഡിയോയിൽ കാണില്ല. പക്ഷെ ഇന്ന് ആ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച സംഭവബഹുലമായ ഒരു വീക്കായിരുന്നു. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, നമ്മുടെ ട്രംപ് താരിഫിന് അഗെയിൻസ്റ്റ് നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിൽ ഒരു എന്തുവാണ് ഇറാന്റെയും US-ന്റെയും കപ്പൽ അടുക്കുന്നു, യുദ്ധം വരുന്നു എന്ന് പറഞ്ഞൊക്കെ ഒരു കെമിക്കൽ നല്ലൊരു ഓളിയൻ ഡൗൺവേർഡ് മൂവ് തേഴ്സ്ഡേ വന്നു. ഫ്രൈഡേ ആയപ്പോൾ മാർക്കറ്റ് തിരിച്ച് ഓൾമോസ്റ്റ് കുറച്ച് കയറാൻ ശ്രമിച്ചു. അന്ന് വൈകിട്ടായപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ എന്ത് വന്നു? അമേരിക്കയുടെ സുപ്രീം കോടതി ട്രംപിന്റെ താരിഫ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് റൂൾ ചെയ്തു. അതായത് തിരിച്ച് വീണ്ടും 10% താരിഫിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം കിട്ടിയ ന്യൂസ്, ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് കിട്ടിയ ന്യൂസ് എന്ന് വെച്ചാൽ ട്രംപ് തിരിച്ച് വീണ്ടും 10% ടാരിഫിനെ വീണ്ടും 15 കൊണ്ടുപോകുന്ന റൂളുണ്ട് വന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് വളരെയധികം സംഭവബഹുലമായ പല കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റിലൊക്കെ ആയിരിക്കും തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി മല്ലു മാർക്കറ്റ് പ്രൊഫൈലിലെ വീക്കിലി ആൻഡ് ഡെയിലി മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂയിലേക്ക് സ്വാഗതം. ആദ്യമേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു ചെറിയൊരു അറിയിപ്പ് പറഞ്ഞിട്ട് തുടങ്ങാം. കാരണം പലരും ചോദിക്കാറുണ്ട്, 5 പൈസയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസിന് ടേബിൾ കിട്ടുള്ളൂ എന്ന് ചോദിച്ചു. കഴിഞ്ഞ ആഴ്ച കൊടുത്ത ഓപ്ഷൻസ് ടേബിൾസ് എല്ലാം കിഡിലൻ ട്രേഡ്സ് എല്ലാവരും കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല, 15, 25, 30 പോയിന്റ് ഒക്കെ ഒരു കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ എന്നാൽ കൂടെ ആരൊക്കെ ഫോളോ ചെയ്തു അവർക്കെല്ലാം നല്ല പ്രോഫിറ്റബിലിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ എന്റെ യൂട്യൂബിന്റെ പ്രീമിയം കമ്മ്യൂണിറ്റിയുടെ 999 പാക്ക് എടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അല്ല എങ്കിൽ നമ്മുടെ 5 പൈസയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതുവഴി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് കിട്ടും? ഇത് ഞാൻ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതിനകത്ത് ഞാൻ റണ്ണിങ് ആയിട്ടുള്ള കമന്ററീസ് പറയും, റണ്ണിങ് ആയി ഞാൻ എടുക്കുന്ന പോർഷൻസ് ഒക്കെ പറയും. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, പകരം ട്രേഡിംഗ് എന്തിൽ ചെയ്യണം? 5 പൈസയിൽ എന്റെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് ചെയ്യാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ വരാൻ പോണ മാർച്ച് മാസത്തിൽ നമ്മുടെ മെന്ററിംഗിന്റെ പുതിയൊരു ബാച്ച് തുടങ്ങുന്നുണ്ട്. മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോയും അഡ്വാൻസ് ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, എന്തൊക്കെ ട്രേഡ് സെറ്റപ്പ്, അങ്ങനെ സ്ട്രാറ്റജിക്കൽ ആയിട്ട് അപ്രോച്ച്, ഒരു പ്രൊഫഷണൽ അപ്രോച്ചിൽ നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു പുതിയ ബാച്ച് ഈ വർഷം തുടങ്ങാൻ പോവുകയാണ്. സോ അതിനെക്കുറിച്ച് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി തമ്പ്ലൈനിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ പരസ്യങ്ങളെ കഴിഞ്ഞ് നമുക്ക് നേരെ എങ്ങോട്ട് പോവാം? വീക്കിലിയിലേക്ക് പോവാം. സോ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച. അങ്ങനെ അത്രയ്ക്ക് വലിയ ഒരു എന്താണ് ഈ ഒരു മൺഡേ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൺഡേയിൽ കൃത്യമായിട്ട് ഈ ഒരു ഇതുണ്ടായിരുന്നു. 25,372 ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്ത് ഹൈ അടിച്ചു, സ്പൈക്കോടുകൂടി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പിറ്റേന്ന് കണ്ടിന്യൂ ചെയ്തു, വീണ്ടും കണ്ടിന്യൂ ചെയ്തു, ന്യൂട്രൽ എക്സ്ട്രീം മൺഡേ വന്ന് ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചു. ആ ഫെയിൽഡ് ഓപ്ഷൻ കഴിഞ്ഞു പോയ വ്യാഴാഴ്ച ഫെയിലർ ആയിട്ട് താഴേക്ക് ഇറങ്ങി മാർക്കറ്റ് തിരിച്ച് വീണ്ടും എന്ത് പറ്റി? ഈ ഒരു ഡിമാൻഡ് സോണിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വീണ്ടും വന്നു. അവിടെ വച്ച് വീണ്ടും ഒരു ബൈയിങ് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറി ഒരു നോർമൽ വേരിയേഷൻ അപ്പ്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്കായിട്ട് അവസാനിച്ച ഒരു ദിവസമായിരുന്നു കഴിഞ്ഞുപോയ വീക്ക്. നമ്മുടെ വീക്കിലി POC വന്നിരിക്കുന്ന 25,716 ഭാഗത്തും നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ജസ്റ്റ് നമ്മുടെ വാല്യൂ ഏരിയ, വീക്കിലിയുടെ വാല്യൂ ഏരിയ ലോ ആയ 25,550 തൊട്ട് മുകളിൽ 565 ഭാഗത്തൊക്കെയാണ് ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ വാല്യൂ ഏരിയക്ക് അകത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അടുത്ത ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ വരാൻ പോകുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് 10 towards 25,756 ഭാഗത്തേക്ക് ടെസ്റ്റ് പോസിബിൾ ആണ്. ആസ് ലോങ് ആസ് നിഫ്റ്റി 25,550 മുകളിൽ സ്പോട്ട് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഈ 25,843 അതിന് മുകളിൽ 25,978 ഭാഗത്തേക്കും ടെസ്റ്റ് വളരെയധികം പോസിബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ 25,550 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് പോസിബിൾ ആണ്? 25,716, അതിന് മുകളിൽ 25,756, അതിന് മുകളിൽ 25,978 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഈ 25,350 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രേഡ് ഡീലിൽ വന്ന സമയത്തുള്ള ഗ്യാപ്പുകളായ 25,000 വരെ എത്താനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ
25,350 താഴെ ക്ലോസ് ചെയ്ത് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിഫ്റ്റിയുടെ സ്പോട്ട് എങ്ങോട്ട് പോവാം? 25,125, 25,000 എന്ന് പറഞ്ഞ ഈ ട്രേഡ് ഡേയുടെ തലേദിവസം വന്ന സിംഗിൾ പ്രിന്റുകളൊക്കെ ഫില്ല് ചെയ്യാൻ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി വ്യൂ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. നമുക്കിനി നോക്കേണ്ട അടുത്തതെന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി വ്യൂ ആണ്. സോ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി ബാങ്ക് നിഫ്റ്റി പക്ക ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്കാണ്. എക്സാക്ട്ലി പി ഒ സിയുടെ ഭാഗത്ത് തന്നെ ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ 61,180 ഭാഗത്തൊക്കെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, SBI ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് പബ്ലിക് സെക്ടർ ബാങ്കിൽ നല്ലൊരു വോളിയം ഷിഫ്റ്റ് നടക്കുന്നത് കാരണം മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ അടിയൊന്നും നടക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഈ 61,000 സോണിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ 60,130 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട് ഉണ്ട്. ചുരുക്കി പറഞ്ഞ 60,000 പൊട്ടാതെ ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. താഴെ 60,000 മുകളിൽ വരുന്ന സമയത്ത് ഒരു ഡിപ്പ് ബൈയിങ് ആയിരിക്കും ബാങ്ക് നിഫ്റ്റി നോക്കുന്നത്. 60,000 താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോവാം? ഈ പറഞ്ഞ ട്രേഡ് ഡീൽ നടന്ന സമയത്തുള്ള ഗ്യാപ്പ് സോണൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ 60,000 പൊട്ടാതെ ബാങ്ക് നിഫ്റ്റി സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഇനി ചിന്തിക്കേ വേണ്ട. പകരം ആ 60,000 ഭാഗത്തെത്തുമ്പോൾ ഒരു ഡിപ്പ് ബൈയിങ് ഓർത്ത് ഒരു റിവേഴ്സൽ ട്രേഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അഭികാമ്യമായ ട്രേഡ് എന്ന് പറയാം. ഇനി 61,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പുതിയ ഹൈ, അത് 62,000 മുകളിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ കഴിഞ്ഞ 2 വർഷത്തിൽ എന്തേലും പുതിയ ഹൈ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാങ്ക് നിഫ്റ്റി മാത്രമാണ്. വേറെ ഒരു ഇൻഡെക്സും പുതിയ ഹൈ ഒന്നും വന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് മാത്രമേ ഉള്ളൂ ഹൈ ആയിട്ട് വന്നിട്ടുള്ളത്. കാരണം പ്യൂർലി മാനേജ്ഡ് ബൈ ബിഗ് പ്ലേയേഴ്സ്. ഒന്ന് ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ വെച്ച് മാനേജ് ചെയ്യും, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കിനെ വെച്ച് ഇങ്ങനെ മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ട്രേഡ് രീതിയാണ് വരുന്നത്. ഇനി മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. ആകപ്പാടെ ഈ വീക്ക് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് മിഡ് ക്യാപ്പ് മാത്രമാണ്. മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പിന് 13,525 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് എങ്ങോട്ട് പോവാം? ഈ 13,674 ഭാഗത്തും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,800 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പ് 13,520 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ 13,674, 13,750, 13,800 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോവാം. ഇല്ല, മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു ലെവലിന്റെ ഭാഗം സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ 13,200 വരെയുള്ള 13,177 വരെയുള്ള ഈ ട്രേഡ് ഡേയിലുള്ള സിംഗിൾ പ്രിൻസ് ഫില്ല് ചെയ്യാനുള്ള, കാരണം നിങ്ങൾ കണ്ടത് സിംഗിൾ പ്രിൻസ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പ് 13,500 താഴെ 13,500 താഴെ മിഡ് ക്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,177 എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള സിംഗിൾ പ്രിന്റുകൾ, വീക്ക്ലി സിംഗിൾ പ്രിന്റുകൾ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞ മിഡ് ക്യാപ്പ് ഇപ്പം ഇനി അതിന് ബുള്ളിഷ് മൊമെന്റം വരണമെങ്കിൽ ആദ്യം 13,510 മുകളിൽ കയറണം. അങ്ങനെ നിന്ന് 674 വരാം, അതിന് മുകളിൽ 737 വരാം, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 816 വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലുള്ളൂ. ഓവറോൾ ഒരു ട്രേഡബിൾ ആക്ഷൻ ഉണ്ടെങ്കിൽ 13,525 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് മീൻ റിവേർഷൻ ടുവേർഡ്സ് ദിസ് വീക്ക്ലി POC പോസിബിൾ ആണ്. ഇനി ബാങ്ക് നിഫ്റ്റിക്ക് 61,500 മുകളിൽ പോസിബിൾ ആണ്. സെല്ലിംഗ് 60,000 താഴെ മാത്രമേ ഇനി ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇൻട്രാഡേ സെല്ലിംഗ് അല്ല, ഒരു പൊസിഷണൽ ട്രെൻഡ് ചേഞ്ച് ബാങ്ക് നിഫ്റ്റിക്ക് വരണമെങ്കിൽ 60,000 പൊട്ടിയാൽ മാത്രമേ ഇനി നടക്കുന്നുള്ളൂ. അത് ഓർത്ത് വെച്ചേക്കുക. ഇല്ല എങ്കിൽ ഡിപ്പ് എത്തുമ്പോൾ ബൈയിങ് ആണ് ബാങ്ക് നിഫ്റ്റിക്ക് നല്ലത്. നിഫ്റ്റിക്ക് 25,350 ലക്ഷ്മണ രേഖയാണ്. 25,350 നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഗ്യാപ് സോൺ ഉണ്ടല്ലോ, ഈ ഒരു സിംഗിൾ പ്രിന്റ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം നിഫ്റ്റിക്കും കൂടുതലാണ്. ഇല്ല എങ്കിൽ അവൻ തിരിച്ച് ഈ POCയുടെ ഭാഗത്തൊക്കെ ഒരു മീൻ റിവേഴ്സൺ തന്ന് ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് കളിക്കാനുള്ള ചാൻസ് ആയിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതൽ കാണുന്നത്. ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മിഡ് ക്യാപ്പിന്റെ ഒരു വീക്ക്ലി വ്യൂ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമുക്ക് ഏതിലേക്ക് പോവാം? മണ്ടയിലുള്ള ലെവൽ ട്രേഡിങ്ങിന്റെ കാര്യത്തിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ സ്വാഭാവിക മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിയാൽ ബെയറിഷ് റെഫറൻസ് മണ്ടയിൽ പൊട്ടിട്ടില്ല, POCയുടെ അവിടെ കിടന്ന് കളിച്ചു. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിന് ഒരു ചേഞ്ചസും ഇല്ല. ഞാൻ ഇനി മിഡ് ക്യാപ്പിൽ നോക്കി പറയുകയാണെങ്കിൽ, മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പില് ഒരു ചേഞ്ചസ് എനിക്ക് ഇനി പറയാനൊന്നുമില്ല. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു റെഫറൻസിലൊക്കെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു എന്താണ് പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഇനി 13,565 മുകളിൽ മിഡ് ക്യാപ്പിൽ നമ്മൾ POC വന്നിരിക്കുന്ന 13,468 ഭാഗത്തേക്ക് ആ POC വന്നു. ഞാൻ ആ POC താഴേക്ക് കൊണ്ടുവരാം. 13,468 POC വന്നിരിക്കുന്നത്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 13,600 മുകളിൽ മാത്രം ഒരു ബൈ ഉള്ളൂ. അത്രയാണ് 13,600 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ആ ബൈ ഫസ്റ്റ് ആകട്ടെ 13,648
ഭാഗത്തേക്ക് പോവാം. 13,648 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് 13,690, 13,690 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ 13,740, 13,740 ഭാഗത്തേക്ക്. ഇതായിരിക്കും എനിക്ക് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ള അപ്പർ റെഫറൻസ് ലെവല്. ഡൗൺവേർഡ് റെഫറൻസ് ലെവൽ ഇപ്പോഴും ഒരു മാറ്റമില്ല. 13,380 താഴെയാണ് സെല്ലിംഗ് വരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് 13,335, 13,290, 13,242 എന്ന് പറഞ്ഞ ഈ ഒരു റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഡൗൺവേർഡ് റെഫറൻസ് ലെവലിൽ ഒരു മാറ്റമില്ല. അപ്സൈഡ് മാത്രം ചെറിയൊരു ചേഞ്ചസ് മാത്രമേ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ ബുള്ളിഷ് ബെയറിഷ് പൊട്ടി. പിന്നെ അവിടെ നിന്ന് ആ ഭാഗത്തേക്ക് വന്നില്ല. POCക്കും ബുള്ളിഷ് റെഫറൻസിന് ഇടയ്ക്ക് കിടന്ന കളിച്ചത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്ക് ആയിരുന്നു, അപ്പ് ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ. കൃത്യമായി പറയുകയാണെങ്കിൽ ആ ഒരു വലിയ എന്താണ് നോർമൽ വേരിയേഷൻ അപ്പാണ്. ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് അടുപ്പിച്ചൊക്കെ തന്നു. ഈ 61,400 മുകളിൽ മാത്രമേ ഇനി ഒരു ബൈയെ കുറിച്ച് അതേ സെയിം ബുള്ളിഷ് റെഫറൻസ് സെയിം ആണ്. POC വന്നേക്കുന്ന 61,180 ഭാഗത്തേക്ക് ഞാൻ ആ POC കൊണ്ടുപോയി. 61,180 ഭാഗത്തേക്ക് ഞാൻ POC കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബെയറിഷ് എന്ന് പറഞ്ഞാൽ 60,840 താഴെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അതാണ് 60,840 താഴെ ഒരു ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ആ സെല്ലിങ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 60,712 എത്രയാണ് 60,712 ഫസ്റ്റ് ടാർഗറ്റ് 67,120 ഭാഗത്തേക്ക് കൊണ്ടുപോകാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 60,000 എത്രയാണ് ഈ ഒരു ലോ 60,588 എത്രയാണ് 60,558 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 60,400. അപ്പം നമ്മളെ റെഫറൻസ് സെല്ലിംഗ് റെഫറൻസ് മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് മാറ്റുള്ളൂ. അപ്സൈഡ് റെഫറൻസ് ബാങ്ക് നിഫ്റ്റി സെയിം ആണ്. 61,408 മുകളിൽ ബാങ്ക് നിഫ്റ്റി എടുക്കും. ഫസ്റ്റ് 61,544, 61,675, 61,790 എന്ന് പറഞ്ഞ ഈ റെഫറൻസ് ലെവലായിരിക്കും അപ്സൈഡ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് വർക്ക് ആവുന്നത്. ഇതാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, നോർമൽ വേരിയേഷൻ ഓഫ് ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി. ഇനി നിഫ്റ്റി ഒരു OTD ഫോർമേഷൻ ഒക്കെ ഉണ്ട് നിഫ്റ്റിയില്. നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു. POC വന്ന 25,605 ഭാഗത്തേക്കാണ്, 606 ഭാഗത്തേക്കാണ് POC. ഞാൻ ആ POC ഇന്നലത്തെ POC ഓൾമോസ്റ്റ് നിഫ്റ്റിയുടെ കുറച്ച് ചേഞ്ച് ഉണ്ട്. 25,606 25,606 ആണ് നിഫ്റ്റിയുടെ POC. ഞാൻ ആ POC ഒന്ന് നിഫ്റ്റിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട ബുള്ളിഷ് റെഫറൻസ്. ആദ്യം നമുക്ക് ബെയറിഷ് റെഫറൻസ് കൊടുക്കാം. ഇനി ബെയറിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ C ലോ അല്ലെങ്കിൽ ഇവിടെ വന്ന ഈ B ലോയ 25,455 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കൂ. എത്രയാണ് 25,455 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ് 25,405 ഭാഗത്തേക്ക് എത്രയാണ് 25,405 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 25,355 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് 25,290 എത്രയാണ്. ഇതാണ് നിഫ്റ്റിയുടെ താഴേക്കുള്ള റെഫറൻസ് ലെവലുകൾ. സ്പൈക്കിന്റെ റൂൾ വെച്ച് ആപ്ലിക്കൽ ആവും. 25,455 പൊട്ടിയാൽ മാത്രമേ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇനി ബൈങ് എന്ന് പറഞ്ഞാൽ 25,720 മുകളിൽ ബൈ എടുക്കുക. എത്രയാണ് 25,720 മുകളിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,000. ഇത് ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ 25,000 എവിടെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 25,000 ഇപ്പൊ നിൽക്കണം. നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെ നിൽക്കുന്നു, നമ്മളിപ്പോ ഒരു 30 മിനിറ്റ്സ് മാറ്റി വെച്ചാൽ കറക്റ്റായി വരുന്നു. പക്ഷെ ഇതിലിപ്പം ആ ഒരു ടൈം ഫ്രെയിം ഒന്നും മാറുന്നതായിട്ട് കാണുന്നില്ല. ഞാനതൊന്നും ക്ലിയർ ആവട്ടെ. ഓക്കെ, ഇത് സ്മോൾ സൈഡ് ആയിട്ട് വരുന്നുണ്ട് ഈ പ്രൊഫൈല്. ഇപ്പം ക്ലിയർ ആയി. ഇപ്പൊ മാറ്റി ആശാൻ. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി ഈ ഒരു റെഫറൻസ് ലോ എന്ന് പറയുമ്പോൾ 25,000 ഇന്നത്തെയും POC ഇപ്പം ക്ലിയർ ആയ സെയിം ആയിട്ടുണ്ട്. ഇനി 726 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 770 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് 770, 25,770 ഭാഗത്തേക്ക് വരാം. അവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് മുകളിൽ അടുത്ത വരുന്ന എന്താണ് ഇനി നോക്കണം, ഈ ഒരു ഹൈ 25,832 ഭാഗത്തേക്ക് 25,832 ഭാഗത്തേക്ക് വരാം. 25,832 ഭാഗത്തേക്കും
തേർഡ് ടാർഗറ്റ് 25,888 25,887. ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള അപ്പർ സൈഡ് റെഫറൻസ് ലെവല്. സോ 25,720 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് പോവാം? ഞാൻ ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ വർക്ക് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ട്രംപിന് കൊടുത്ത പണി ട്രംപ് തിരിച്ച് വീണ്ടും മാർക്കറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നലെ നമ്മളെ സിംഗപ്പൂർ നിഫ്റ്റി, ഗിഫ്റ്റ് നിഫ്റ്റി 25,880 ഭാഗത്തേക്കാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ ഇന്നാണ് ട്രംപ് എന്ത് കൊടുത്തിരിക്കുന്നത്? തിരിച്ച് വീണ്ടും 15% ആക്കുമെന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് മാർക്കറ്റിൽ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വോളയത്തോടു കൂടി മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വോൾട്ടേജിന് മുമ്പിൽ തരാനുള്ള ചാൻസ് മാർക്കറ്റ് കൂടുതലാണ്. റെഫറൻസ് ലെവൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ് ആൻഡ് ഹാപ്പി Sunday to all my trading friends.